പക്ഷെ കാശ് മേടിച്ചതൊന്നും ഞാനല്ല കേട്ടോ. പുള്ളി മേടിച്ചില്ല എന്നുള്ളതൊന്നും ശരിയല്ല. പക്ഷേ കാശൊക്കെ വേറെ സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നത്. ഒരു മന്ത്രി തന്നെ എന്നോട് പറയുകയല്ലേ, കോൺഗ്രസിനകത്തു നിന്ന് തന്നെയാണ് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണോ ഈ വിവരം ചോർത്തി കിട്ടിയത്? തീർച്ചയായിട്ടും കോൺഗ്രസിനകത്ത് തന്നെയാണ്. അതിനകത്തുള്ള നമുക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ ബാറുകൾ അനുവദിച്ചതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ നിയമം അനുസരിച്ച്, ചട്ടം അനുസരിച്ച് ബാർ അനുവദിക്കാൻ പാടില്ലാത്ത ഹോട്ടലുകൾക്കാണ്. എൻ്റെ നിർഭാഗ്യത്തിന് അതിനകത്ത് ആ തട്ടിപ്പ് നടത്തിയതിനകത്ത് ഭൂരിപക്ഷം പേരും SFIക്കാരായി പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അതിനെ രാഷ്ട്രീയമായിട്ടാണ് ഇന്നത്തെ LDF സർക്കാർ കണ്ടത്. സ്പിരിറ്റ് കള്ളക്കടത്തിനെക്കുറിച്ചും സ്പിരിറ്റ് മാഫിയ തലവനെ കണ്ടെത്തിയതും പറഞ്ഞാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. ആ മാഫിയ തലവൻ ആരാണ് എന്നുള്ളതാണ് ഇനി പറയാനുള്ളത്. ഈശ്വരമൂർത്തി എന്ന പേരുള്ള ഒരു തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സ്പിരിറ്റ് ഡിസ്റ്റിലറി നടത്തുന്ന ഒരു വലിയ സ്പിരിറ്റ് മാഫിയ തലവനായിരുന്നു ഈ ഞാൻ കണ്ടെത്തിയ മദ്യരാജാവ്. അപ്പോൾ അദ്ദേഹമാണ് കേരളത്തിലേക്ക് ഈ മദ്യം അനധികൃതമായിട്ട് ഈ മദ്യം എത്തിക്കുന്ന അല്ലെങ്കിൽ ഈ സ്പിരിറ്റ് എത്തിക്കുന്നതിൻ്റെ പ്രധാന കണ്ണി. പക്ഷെ അന്ന് ഇയാൾ വളരെ ശക്തനായ ഒരു മനുഷ്യനായതുകൊണ്ടും രാഷ്ട്രീയ സ്വാധീനമുള്ള ആളായതുകൊണ്ടും ഇദ്ദേഹത്തിൻ്റെ പേരെഴുതുന്നതിന് എനിക്കൊരു പേടിയുണ്ട്. കാരണം പേരെഴുതി കഴിച്ചു കഴിഞ്ഞാൽ അതേപോലെ കേസും കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെയല്ല. ഒരു പത്രങ്ങൾക്ക് വളരെ കൺസേണാണ്. ഞങ്ങളുടെയൊക്കെ ചീഫ് എഡിറ്റർമാർക്കുള്ള ഏറ്റവും വലിയ കൺസേൺ എന്ന് പറഞ്ഞാൽ ഒരു കേസിന് വേണ്ടിയിട്ട് കോടതി പോയി നിൽക്കുന്നത് നിവൃത്തി കൊണ്ട് ഒഴിവാക്കണമെന്ന് എപ്പോഴും ഞങ്ങളോട് പറയും. അപ്പം കഴിവതും അവരുടെ പേര് എല്ലാ തെളിവുകളും കയ്യിലുണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിന് നമുക്ക് തെളിവില്ലെങ്കിലും കാര്യം അറിയാം. അപ്പോൾ ഈശ്വരമൂർത്തി എന്ന പേര് കൊടുത്തു കഴിഞ്ഞാൽ വല്ല കേസും വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് ഞാൻ അതിനകത്തൊരു സൂത്രം പ്രയോഗിച്ചു. ലഹരിയുടെ ഈശ്വരനും സമ്പത്തിൻ്റെ മൂർത്തിയുമായ ആളാണ് എന്ന് പറഞ്ഞ് എഴുതി. ഇത് മാത്രം കൊടുത്തിട്ട് അത് ഹൈലൈറ്റിലും കൊടുത്തു. അപ്പോൾ അന്നുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇത് പത്രത്തിൽ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ആരെങ്കിലും, അത് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തുള്ള ആരെങ്കിലും ഒന്നീ നമ്മളെ വിളിച്ചിട്ട് ചോദിക്കും ഇതാരാണെന്ന്, അല്ലെങ്കിൽ അവർക്ക് തന്നെ ആയിരിക്കും. ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞു, മനോരമയിൽ നിന്ന് വന്നിരിക്കുന്നത് ഈശ്വരമൂർത്തി എന്ന് പറയുന്ന സ്പിരിറ്റ് മാഫിയയെക്കുറിച്ചാണ്, അതേക്കുറിച്ച് അന്വേഷിക്കണം, കരുണാകരൻ ഇതിനോടുള്ള ബന്ധം എന്താണെന്ന് അന്വേഷിക്കണം, ഉദ്യോഗസ്ഥന്മാർക്കുള്ള ബന്ധം എന്താണെന്ന് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അതോടെ നമ്മുടെ പർപ്പസ് സെർവ് ചെയ്തു. നമ്മൾ ഈശ്വരമൂർത്തി എന്ന് പറഞ്ഞില്ല, ഈശ്വരമൂർത്തി. അപ്പോൾ ഇതിനകത്ത് തന്നെ ഞാൻ എഴുതിയ വേറെ ചില പേരുകളും ഈ രീതിയിൽ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യും. ഒരിടത്ത് ഞാൻ ഉണ്ണിത്താൻ എന്നൊരു പേര് പ്രയോഗിച്ചു. അതായത് ഒരു ബാർ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ണിത്താൻ ഒരാളാണ് 1 ലക്ഷം രൂപ എങ്കിലും മേടിച്ചതെന്ന്. അപ്പോൾ ഉണ്ണിത്താൻ ഒത്തിരി കോൺഗ്രസ്സുകാരിലുള്ളത് കൊണ്ട് ഇതേത് ഉണ്ണിത്താനാണ് എന്നുള്ളത് കോൺഗ്രസ്സുകാർ തന്നെ പുറത്തു കൊണ്ടുവന്നു. അവർ തന്നെ ഇന്ന ഉണ്ണിത്താനാണ്. സേഫായിട്ടൊരു കളി കളിച്ചു. അത്തരം കളികളിൽ വഴി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും കേസ് വരും. അപ്പോൾ എന്തായാലും ഈശ്വരമൂർത്തി ഇതിനകത്തെ കിങ് പിന്നാണ്. അയാളാണ് ഈ സ്പിരിറ്റൊക്കെ കടത്തുന്നത്, അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ള നിലയിൽ എൻ്റെ പരമ്പര ആരംഭിക്കുന്നു. അപ്പോൾ ഈ സ്പിരിറ്റിൻ്റെ കള്ളക്കടത്തിൻ്റെ കഥകളോടൊപ്പം വേറൊരു കാര്യം കൂടി അന്ന് ഇതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റി. അക്കാലത്ത് ഈ സ്പിരിറ്റ് കള്ളക്കടത്ത് നടക്കുന്ന സമയത്ത് തന്നെ കേരളത്തിൽ ഏകദേശം ഒരു 20-21 പുതിയ ബാറുകൾ അനുവദിച്ചു. ഇപ്പോൾ കാലത്ത് ബാറുകൾ അനുവദിക്കുന്നതൊക്കെ വലിയ വാർത്തയാണ്, ഇന്നും അതെ. അപ്പോൾ ഈ ബാറുകൾ അനുവദിച്ചതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ നിയമം അനുസരിച്ച്, ചട്ടം അനുസരിച്ച് ബാർ അനുവദിക്കാൻ പാടില്ലാത്ത ഹോട്ടലുകൾക്കാണ്. കാരണം ബാർ അനുവദിക്കണമെങ്കിൽ ഇത്ര മുറികൾ വേണം, ഇന്ന സൗകര്യങ്ങൾ വേണം, അത് സ്കൂളിൽ നിന്ന്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ദൂരം, ആരാധനാലയങ്ങളിൽ നിന്നൊക്കെ ഇത്ര ദൂരം വേണം എന്നൊക്കെയുള്ള നിബന്ധനകളുണ്ട്. ഈ നിബന്ധനകളൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ബാർ അനുവദിച്ചു. അപ്പോൾ ഈ ബാർ അനുവദിച്ചപ്പോൾ ഈ ഓരോ ബാറിനും 1 ലക്ഷം രൂപ വെച്ച് കൈക്കൂലി കൊടുത്തു എന്നുള്ളത്. 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞ് വലിയ ആരോപണം ഉണ്ടായി. ഈ ആരോപണം അത് പുറത്തു കൊണ്ടുവന്ന് മനോരമ തന്നെയാണ്. ഇങ്ങനെ ഈ ബാർ അനുവദിച്ചാൽ ക്രമക്കേടെന്ന് പറഞ്ഞിട്ട് അന്ന് വാർത്ത കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ഈ പരമ്പരയ്ക്കകത്ത് ഉൾപ്പെടുത്തി. ഈ ബാറുകൾ അനുവദിച്ചതിനകത്തുള്ള ക്രമക്കേടുകളും കാര്യങ്ങളും. അപ്പം അന്ന് എക്സൈസ് മന്ത്രി ആയിരുന്നത് രഘുചന്ദ്രപാലായിരുന്നു, കോൺഗ്രസ് നേതാവ് രഘുചന്ദ്രപാലായിരുന്നു. അപ്പം രഘുചന്ദ്രപാൽ അക്കാലത്ത് ഞാൻ ഈ പരമ്പര എഴുതുന്ന തൊട്ടുമുമ്പുണ്ടായ സംഭവമാണ്. രഘുചന്ദ്രപാൽ അന്ന് കഞ്ചാവ് വേട്ട നടത്തി ഇടുക്കിയിൽ പോയി. അപ്പോൾ രഘുചന്ദ്രപാൽ വലിയൊരു പോലീസ് സന്നാഹത്തോടു കൂടി മാധ്യമപ്രവർത്തകരെയും കൂട്ടിക്കൊണ്ടുപോയി ഇടുക്കിയിൽ പോയി കഞ്ചാവുള്ള സ്ഥലത്ത് ചെന്ന് കഞ്ചാവ് വിട്ട് നശിപ്പിക്കുന്നു.
അതിനുശേഷം അദ്ദേഹം പാലക്കാട്ട് പോയി. പാലക്കാട് ഈ പിന്നെ ചെക്ക് പോസ്റ്റിൽ പോയി, വാളയാർ ചെക്ക് പോസ്റ്റിൽ പോയി. അവിടെ ചെന്ന് ഈ സ്പിരിറ്റ് കൊണ്ടുവരുന്ന ലോറിയിൽ കുത്തി ഈ സ്പിരിറ്റ്, അതൊക്കെ വലിയ വാർത്ത സൃഷ്ടിക്കുന്നു. അപ്പോൾ ഒരു വശത്ത് മന്ത്രി ഇത്തരം പിന്നെ സ്വയം ഇങ്ങനെ റെയ്ഡ് നടത്തി വാർത്ത ഉണ്ടാക്കുകയും, മറുവശത്ത് മന്ത്രിയുടെ കൂടി സഹകരണത്തോടെ ഈ സ്പിരിറ്റിന് സഹായം ചെയ്തു കൊടുക്കുകയും ബാർ ലൈസൻസുകൾ എക്സൈസ് മന്ത്രിയാണല്ലോ, ബാർ ലൈസൻസ് അനുവദിക്കുകയും ചെയ്യുന്നുള്ളതായിരുന്നു എൻ്റെ പരമ്പരയുടെ കണ്ടന്റ്. അപ്പോൾ ഇതേ തുടർന്ന് ഈ വാർത്ത, മനോരമയിലെ വാർത്തയെ തുടർന്ന് ആദ്യം ചെന്ന് അടുത്ത മന്ത്രിസഭ കൂടി അനുവദിച്ച മുഴുവൻ ബാറുകളും റദ്ദാക്കി. ഈ പരമ്പര വലിയ വാർത്തയായി. ആ പരമ്പരയ്ക്ക് എനിക്ക് കേരളത്തിൽ നിന്ന് ഏറ്റവും നല്ല ജനറൽ റിപ്പോർട്ടിങ്ങിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് തന്നെ പിന്നെ കിട്ടി. ആദ്യ അവാർഡാണ് ആദ്യത്തെ സർക്കാർ അവാർഡ്, ആദ്യത്തെ അവാർഡല്ല. ആദ്യത്തെ അവാർഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടൂറിസത്തിനുള്ള അവാർഡ്. ഞാൻ അന്ന് മലേഷ്യക്കും പോയ അവാർഡ്. ഇത് കേരള സർക്കാരിൻ്റെ ആദ്യത്തെ അവാർഡ്, ജനറൽ റിപ്പോർട്ടിങ്ങിനുള്ള ആദ്യത്തെ അവാർഡ് ഈ സ്പിരിറ്റ് കള്ളക്കടത്തിനെ കുറിച്ച് ഞാൻ എഴുതിയ പരമ്പരയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ ആ പരമ്പര വലിയ ചർച്ചാ വിഷയമാവുന്നു. അപ്പോൾ ആ രവീന്ദ്രപാൽ എന്ന ആ കാലത്ത് ഒരിക്കൽ എന്നോട് പറഞ്ഞു എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പം രവീന്ദ്രപാലൻ താമസിക്കുന്നത് പിന്നെ ജഗതിയിലുള്ള മന്ത്രിമന്ദിരത്തിൽ. ഇന്ന് മന്ത്രിമന്ദിരം ഇല്ല, അത് പൊളിച്ചിട്ട് അവിടെ വേറെ എന്തോ ഒരു കെട്ടിടം പറഞ്ഞു. അത് ഈ മരപ്പട്ടിയൊക്കെ കയറുന്നൊരു മന്ത്രിമന്ദിരമായിരുന്നു. അപ്പോൾ രവീന്ദ്രപാലിനെ കാണണമെന്ന് പറഞ്ഞാൽ രവീന്ദ്രപാലിനെ അങ്ങോട്ട് ചെന്ന് ഞാൻ പുള്ളിയെ കണ്ടു. പുള്ളി എന്നോട് പറഞ്ഞു, ജോണി എഴുതിയതിലൊക്കെ കുറേ സത്യമുണ്ട്, പക്ഷേ കാശ് മേടിച്ചതൊന്നും ഞാനല്ല കേട്ടോ. പുള്ളി മേടിച്ചില്ല എന്നുള്ളതൊന്നും ശരിയല്ല, പക്ഷേ കാശൊക്കെ വേറെ സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നത്. ഒരു മന്ത്രി തന്നെ എന്നോട് പറയുകയാണ്, രവീന്ദ്രപാലനെ എന്നോട് പറഞ്ഞാണ്, ഞാനല്ല. അപ്പം എന്തായാലും എനിക്കതിപ്പോൾ കേട്ടപ്പോൾ സന്തോഷമായി. നമ്മൾ എഴുതിയതൊക്കെ ശരിയാണെന്ന് മന്ത്രി എന്നെ സമ്മതിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം തോന്നി. അപ്പം അന്ന് ആ സ്പിരിറ്റ് കള്ളക്കടത്തിൻ്റെ വാർത്തയും സ്പിരിറ്റ് മാഫിയും, എന്തായാലും ആ വാർത്തയെ തുടർന്നാണ് പിന്നീട് സ്പിരിറ്റ് തന്നെ ഇവിടെ വേണ്ടെന്ന് വെച്ച് സർക്കാർ സ്പിരിറ്റ് കച്ചവടം നിർത്തി. അതാണ് പിന്നെ അടുത്ത വരുന്ന ആന്റണി സർക്കാരിന്റെ കാലത്താണ് അതിന് തീരുമാനം. ചാരായ നിരോധനം കൊണ്ടുവന്ന ഇതിനിടയിൽ എന്ന് ഇടപെട്ടെന്ന് ചോദിച്ചോട്ടെ സാർ, ഇത് ശരിക്കും ഓഫ് റെക്കോർഡ്സ് ആണ്, ഇപ്പോൾ ഓഫ് റെക്കോർഡ്സ് ആയിട്ട് പറയേണ്ട കാര്യമാണ്. എന്നാലും ചോദിക്കണം സാറിന്, ഈ വാർത്ത ശരിക്കും കോൺഗ്രസിനകത്തു നിന്ന് തന്നെയാണ് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണോ ഈ വിവരം ചോർത്തി കിട്ടിയത്? തീർച്ചയായിട്ടും കോൺഗ്രസിനകത്ത് തന്നെയാണ്. നമുക്ക് അങ്ങനെയാണല്ലോ. ഇപ്പൊ CPM-നകത്തെ വാർത്തയും പലതും കിട്ടുന്ന CPM-നകത്ത് നിന്നല്ലേ ചോർന്ന് വരുന്നത്. അതുകൊണ്ട് കോൺഗ്രസിനകത്ത് വളരെ രൂക്ഷമായിരുന്നു. ഓക്കെ, അതൊക്കെ രൂക്ഷമായിരുന്നു, അതൊക്കെ ശരിയാണ്. അക്കാലത്ത് അങ്ങനെ തന്നെ കിട്ടിയ വാർത്തകളാണ്. പക്ഷെ കിട്ടിയ വാർത്തകളൊക്കെ ശരിയാണോ തെറ്റാണോ നോക്കിയിട്ട് ഇതിന്റെ ഒരു വാർത്ത പോലും, അന്ന് ഞാൻ അക്കാലത്ത് ഞാൻ എഴുതിയ ഒരു വാർത്ത പോലും വ്യക്തിപരമായിട്ട് ആരെങ്കിലും വ്യക്തി ധ്വംസനത്തിനോ ഒരാൾക്കെങ്കിലും വ്യക്തിപരമായിട്ട് എതിരായിട്ട് ആരെങ്കിലും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കി കൊടുക്കാനോ ആയിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇതിനകത്ത് വാർത്തയുണ്ടോ, അഴിമതിയുണ്ടോ, ക്രമക്കേടുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ ഒരു വാർത്ത ചെയ്തിട്ടുള്ളൂ. പിന്നെ മനോരമ വരുമ്പോൾ ആളുകൾക്ക് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം, ഇന്ന താല്പര്യപ്രകാരമാണെന്നുള്ളത്. ഞാൻ നേരത്തെ എഴുതിയ ഒരു വളരെ പ്രധാനപ്പെട്ട, വളരെ ചർച്ച ചെയ്യപ്പെട്ട, ഞാൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് LLB തട്ടിപ്പിൻ്റെ കഥ. LLB തട്ടിപ്പിൻ്റെ കഥ ഞാനത് വിശദമായിട്ട് വീണ്ടും പോകുന്നില്ല, കാരണം അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട്. പക്ഷേ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോഴാണ്, അന്നത്തെ ഞാൻ വളരെ ജൂനിയറായിട്ടുള്ള റിപ്പോർട്ടാണ്, എന്നെ സംബന്ധിച്ച് യാതൊരു രാഷ്ട്രീയ താല്പര്യം ഇതിനകത്തില്ലെങ്കിൽ പോലും എൻ്റെ നിർഭാഗ്യത്തിന് അതിനകത്ത് ആ തട്ടിപ്പ് നടത്തിയതിനകത്ത് ഭൂരിപക്ഷം പേരും SFI-ക്കാരായിപ്പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അതിനെ രാഷ്ട്രീയമായിട്ടാണ് അന്നത്തെ LDF സർക്കാർ കണ്ടത്. അതുകൊണ്ട് തന്നെ ആ വാർത്ത ശരിയായിരുന്നിട്ട് പോലും അവർ ആ വാർത്ത തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയും മനോരമയുടെ വാർത്ത ശരിയല്ല എന്ന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പരസ്യമായിട്ട് അസംബ്ലിയിൽ പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ വാർത്ത ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വീണ്ടും ഒട്ടേറെ വാർത്തകൾ എഴുതേണ്ടി വന്നു. എഴുതിയ അവസാനം അവർ തന്നെ സമ്മതിച്ചു. ആ ഇൻ്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ തന്നെ റദ്ദാക്കി. പിന്നെ അനധികൃതമായിട്ട് പാസ്സായി ഇവിടെ വന്ന് LLB-ക്ക് ചേർന്നവരെയൊക്കെ പുറത്താക്കി. അതിപ്പം ഇത് എൻ്റെ ഒരു നിർഭാഗ്യകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തെ സംബന്ധിച്ച് നമ്മളൊരു വാർത്ത എഴുതുമ്പം ഏത് പാർട്ടിക്കാരെന്നോ അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിൽ, ഏത് പത്രത്തിൽ അല്ലെങ്കിൽ ഏത് ചാനൽ ജോലി ചെയ്യുന്നവരെന്നോ അവരുടെ രാഷ്ട്രീയ നിലപാട് എന്താണെന്നോ ഒക്കെ കണ്ടെത്തി അതിനനുസരിച്ചാണ് നിലപാടെടുക്കുന്നത് ഭരിക്കുന്ന സർക്കാരും. അപ്പോൾ അതൊരു ഇവിടുത്തെ ഒരു ശാപമാണ്. അല്ലാതെ ഒരു നിഷ്പക്ഷമായ ഒരു വാർത്തയുടെ മെറിറ്റ് നോക്കിയുള്ള ഒരു വിലയിരുത്തൽ ഒരിക്കലും കേരളത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്പിരിറ്റ് കള്ളക്കടത്തിനെ തുടർന്ന് വളരെ ചർച്ച ചെയ്യപ്പെട്ട വേറൊരു
സംഭവം ഈ അധികാരത്തിന് ദല്ലാളന്മാരെ കുറിച്ച് ഞാൻ എഴുതിയൊരു പരമ്പരയാണ്. അന്ന് കരുണാകരനെ ചുറ്റിപ്പറ്റി ഒട്ടേറെ പേര് പിന്നെ ദല്ലാളന്മാരായിട്ട് ഉണ്ടായിരുന്നു. അതെല്ലാ സർക്കാരിനെ സംബന്ധിച്ചും എല്ലാ കാലത്തും ഒരു വിഷയം ഉണ്ടായിരിക്കാം, പക്ഷെ അക്കാലത്ത് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അന്ന് കരുണാകരന് അതിന് തൊട്ടു മുമ്പ് പ്രത്യേകിച്ച് കരുണാകരൻ രാജൻ കേസിനെ തുടർന്ന് അധികാരമൊന്നും ഇല്ലാതിരുന്ന സമയത്ത് കരുണാകരൻ വളരെ ബുദ്ധിമുട്ടിൽ കഴിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. അക്കാലത്ത് കരുണാകരന് യാത്ര ചെയ്യാൻ കാറ് പോലും ഇല്ലായിരുന്ന സമയത്ത് കരുണാകരന് ബെൻസ് കാറ് കൊടുത്ത് സഹായിച്ച ഒരു ആളുണ്ട്, പിച്ച ബഷീർ. പിച്ച ബഷീർ അടുത്ത കാലത്ത് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഏറെക്കാലം ബഹ്റിനിലായിരുന്നു, കാരണം കേരളത്തിലേക്ക് വരാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം കരുണാകരന് ബെൻസ് കൊടുത്തതുകൊണ്ട് കരുണാകരൻ അദ്ദേഹത്തോട് എപ്പോഴും ഒരു സ്നേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭരണം വന്നപ്പോഴത്തേക്ക്, കാരണം അതിനു മുമ്പ് വന്ന 2 ഭരണങ്ങളും ഇടക്കാലത്തായതുകൊണ്ട് ഇവർക്കാർക്കും അതിനകത്ത് ഒരു റോളില്ല. പക്ഷേ ഈ ഭരണം വന്നപ്പോഴത്തേക്ക് ഈ പിച്ച ബഷീർ കരുണാകരൻ്റെ അടുത്ത ആളായിട്ട്, ഈ ആളുകളെ സംബന്ധിച്ച് പിച്ച ബഷീറാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്ന് അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ആ DGP ആയ ഒരാൾ, അദ്ദേഹം പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം DGP ആയി കഴിഞ്ഞിട്ട് ആകാൻ വേണ്ടിയും ആയിക്കഴിഞ്ഞിട്ടും ആദ്യം പോയി നന്ദി പറഞ്ഞത് പിച്ച ബഷീർ. അന്ന് KR ചുമ്മാർ അദ്ദേഹത്തിൻ്റെ കോളത്തിൽ എഴുതിയ ഒരു പിന്നെ കോള അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഇന്നത്തെ സീലെന്ന പേരിൽ അദ്ദേഹം എഴുതിയിരുന്നൊരു കോള അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ആരാണ് ശരിക്കും കേരളത്തിൻ്റെ DGP? ആ DGPയുടെ പേര് പറഞ്ഞിട്ട് അദ്ദേഹമാണോ അതോ പിന്നെ പിച്ച ബഷീറോ അതോ പിച്ചയോ എന്ന് ചോദിച്ചിട്ടാണ്. അപ്പം പിന്നെ ആ പിച്ച ആരാണെന്ന് പിന്നെ രാഷ്ട്രീയക്കാർ ഏറ്റെടുത്ത് പിച്ച ബഷീറാണെന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവം ഉണ്ടായി. അപ്പം പിച്ച ബഷീർ, പിന്നെ ഒരു അന്നത്തെ വലിയൊരു വിവാദം ഉണ്ടായ ഒരു സംഭവമാണ് കരുണാകരനൊരു ഒരാളുടെ കൂടെ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തത്, ഒരു പാവം പയ്യൻ. പിന്നെ പാവം പയ്യൻ, ഇങ്ങനെ കുറേ പേരുകൾ ഈ ദല്ലാളന്മാരായിട്ട് പ്രവർത്തിക്കുന്നവരെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് എന്തോ ഉമ്മൻചാണ്ടി സാർ ജിക്കുമാൻ ജേക്കബ് അല്ലല്ല പാവം പയ്യൻ നല്ല കർണാടക കാലത്തായിരുന്നു ഉണ്ടായിരുന്നു പാവം പയ്യൻ. അല്ലെ ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഒരു പിന്നെ ആരെങ്കിലും ചെക്ക് വിളിച്ചു കാണുമായിരിക്കും. പക്ഷെ അത് ഒറിജിനൽ പാവം പയ്യൻ എന്ന് പറയുന്നത് കർണാടകന്റെ കാലത്ത് പാവം പയ്യൻ. അല്ല, പാവം പയ്യൻ പേര് വരാൻ തന്നെ കാരണം ഹെലികോപ്റ്റർ യാത്ര കഴിഞ്ഞിട്ട് കരുണാകരനോട് ആരോ ചോദിച്ചു, ഇതാരാണ് അങ്ങയോടൊപ്പം യാത്ര ചെയ്തത്? പിന്നെ ബോംബെയിലെ വലിയ ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞപ്പോൾ അതൊരു പാവം പയ്യൻ എന്ന് കരുണാകരൻ പറഞ്ഞു. അങ്ങനെയാണ് ആ പേര് വീണത്. പിച്ച ബഷീർ എന്ന പേര് വീടാൻ കാരണം എന്തായിരുന്നു? പുള്ളിയുടെ പേര് പിച്ച അശോക്, തമിഴനാണ്. അല്ലല്ല, മലയാളി തന്നെയാണ്. പിച്ച ചേർത്തുള്ള ഒരു പേരാണ് അത്. പെട്ടെന്ന് ആ പേര് മറന്നുപോയി. അപ്പോൾ അങ്ങനെയാണ് പിച്ച ബഷീർ എന്ന പേര് വരുന്നത്. അദ്ദേഹം ആ കേസൊക്കെ വന്നതിന് ശേഷം ഞാൻ ഈ പിച്ച ബഷീറിനെ പിന്നെ കാണാൻ പോയി. എന്നോട് പറഞ്ഞു എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അത് ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യായിരുന്നു. പിച്ച ബഷീർ ആളൊരു രസികനാണ്. പുള്ളിക്ക് ഞാനിങ്ങനെയൊക്കെ എഴുതിയെങ്കിലും എന്നോട് പണക്കമൊന്നുമില്ല. പുള്ളി എന്നോട് പറഞ്ഞു എനിക്ക് ജോണിനെ ഒന്ന് കാണാൻ, വേറെ ആൾ വഴി എന്നോട് വിളിച്ചു പറഞ്ഞു എനിക്ക് ജോണിനെ ഒന്ന് കാണണമെന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ പേടിച്ചു, പുള്ളിയെ പോയി കാണാൻ, വീട്ടിൽ പോയി കാണുക എന്ന് പറയുന്നത് എങ്ങനെയാണ് സേഫ് ആയിരിക്കുമോ? അപ്പോൾ എന്നെ വിളിച്ച ആൾ പറഞ്ഞു പേടിക്കണ്ട, പുള്ളിക്ക് ജോണിനോട് പണക്കമൊന്നുമില്ല, ഞാനും അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ എൻ്റെ ജയചന്ദ്രനെ കൂട്ടിക്കണ്ട, നമ്മുടെ ഫോട്ടോ എഡിറ്റർ ജയചന്ദ്രനെ കൂട്ടിക്കണ്ട, നമുക്കൊരു ധൈര്യത്തിന്. അപ്പോൾ ഒരു ദിവസം ഇപ്പം ഞാൻ പേരുകട എവിടെയാണെന്നോ എനിക്ക് ഓർമ്മയുണ്ട്, കൃത്യമായിട്ട് എവിടെയാണെന്ന് ഓർക്കുന്നില്ല. ഒരു രാത്രിയിലാണ് പോയി പുള്ളിയെ കാണുന്നത്. പക്ഷെ പുള്ളി കാര്യമായിട്ട് സ്വീകരിച്ചു. എന്നോട് പുള്ളി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ശരിയാണ്, ഞാനൊരു കാലത്ത് കരുണാകരനെ വളരെ സഹായിച്ചു, കരുണാകരന് എൻ്റെ സ്നേഹമുണ്ട്, നന്ദിയില്ലാത്തൊരു നേതാവല്ല. അതുകൊണ്ട് കരുണാകരന് പല കാര്യത്തിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ പറയുന്ന പോലെയുള്ള വലിയൊരു ദല്ലാളോ വലിയ മാഫിയൊന്നും അല്ല ഞാനൊരു പാവം എന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്നോട് വിശദീകരിച്ച് വളരെ സന്തോഷമായിട്ട് തന്നെ ഞങ്ങളൊന്ന് പിരിഞ്ഞത്. അപ്പോൾ അങ്ങനെ അധികാരത്തിന് ദല്ലാളന്മാരെന്ന് പറഞ്ഞൊരു പരമ്പര അന്ന് വളരെ ചർച്ച ചെയ്യപ്പെടുകയും കരുണാകരന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഏറ്റവും പിന്നെ അദ്ദേഹത്തിന് ദോഷകരമായിട്ട് വരികയും ചെയ്ത ഒരു പരമ്പരയാണ്. പക്ഷെ ആ പരമ്പരയ്ക്കകത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും നിഷേധിച്ചിട്ടുമില്ല, അസത്യമാണെന്നാരും പറഞ്ഞിട്ടുമില്ല. മനസ്സിലായി. അതിനിടയ്ക്കാണ് ചാരക്കേസ് ഉണ്ടായത്. ചാരക്കേസിനെ കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം അത് വിശദമായിട്ട് പറയേണ്ട ഒരു വിഷയമാണ്. ചാരക്കേസ് എങ്ങനെ ഉണ്ടായി, അതേക്കുറിച്ച് ഞാൻ എൻ്റെ പുസ്തകം എഴുതുന്നുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് വിചാരിക്കുകയാണ്. ഈ സമയത്ത് കരുണാകരനെതിരായിട്ട് ഈ വാർത്തകളിലൊക്കെ എഴുതിയ സമയത്ത് തന്നെ
കരുണാകരനെ വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ചൊരു വാർത്ത എഴുതാനുള്ള നിയോഗവും എനിക്ക് തന്നെ ഉണ്ടായി എന്നുകൂടി എനിക്ക് പറയാതെ വയ്യ. അത് ഈ തിരുവനന്തപുരത്ത് വരുന്നതിന് മുമ്പ് ഞാൻ കൊച്ചിയിൽ മനോരമ ലേഖകനായിരുന്ന കാലത്താണ്. അതൊരു വലിയൊരു രാഷ്ട്രീയ സംഭവത്തിൻ്റെ ഭാഗമായിട്ട് കരുണാകരൻ അന്ന് മുഖ്യമന്ത്രി ഈ 82-87 കാലത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അക്കാലത്താണ് ബാലകൃഷ്ണപിള്ള വളരെ കുപ്രസിദ്ധമായ ഒരു പ്രസംഗം നടത്തുന്നത്. പഞ്ചാബെങ്കിൽ പഞ്ചാബ് മോഡൽ തന്നെ കേരളത്തിൽ വേണം, പഞ്ചാബെങ്കിൽ പഞ്ചാബ്, നമുക്കും പഞ്ചാബിൻ്റെ വഴി തന്നെ സ്വീകരിക്കാം എന്നൊരു പ്രഖ്യാപനം നടത്തി. അപ്പോൾ ഇത് പഞ്ചാബെങ്കിൽ പഞ്ചാബ് എന്ന് പറയുന്നതിനകത്തൊരു വലിയൊരു രാഷ്ട്രീയ പ്രശ്നം അല്ലെങ്കിൽ ഒരു ഭരണഘടനമായ പ്രശ്നം ഉയർന്നിട്ടുണ്ട് എന്ന് വാദം ചിലർ ഉയർത്തി. അതായത് വിഭാഗീയത ഒരു മന്ത്രി തന്നെ സത്യപ്രതിജ്ഞാലംഘനം നടത്തിയിരിക്കുന്നു, രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കും എന്ന് പറഞ്ഞ മന്ത്രി തന്നെ അഖണ്ഡതയ്ക്കെതിരായിട്ട് വിഘടനവാദത്തിൻ്റെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് വലിയൊരു ചർച്ചയായി. അസംബ്ലിയിലെ വലിയ ആരോപണമായി. ബാലകൃഷ്ണപിള്ള രാജിവെക്കണമെന്ന് പറഞ്ഞെങ്കിലും രാജിയൊന്നും വെച്ചില്ല. അങ്ങനെ ആ ചർച്ച ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ കൊണ്ടുപോയി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. ആ കേസിൽ ബാലകൃഷ്ണപിള്ള അങ്ങനെ പ്രസംഗിച്ചത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് കോടതിയുടെ സ്ട്രിക്ചർ വന്നതോടുകൂടി കരുണാകരൻ പറയുന്നു ബാലകൃഷ്ണപിള്ളയോട് രാജിവെക്കാൻ. അങ്ങനെ ബാലകൃഷ്ണപിള്ള രാജിവെച്ചു. ഈ രാജി വെക്കുന്ന സമയത്ത് ഞാനന്ന് ഇടുക്കിയിലേക്കാണ്. അപ്പോൾ അന്ന് എനിക്ക് ബാലകൃഷ്ണപിള്ളയെ എനിക്ക് അറിയാം. ബാലകൃഷ്ണപിള്ള അന്ന് ഞാൻ കാണുന്നുണ്ട്. കാരണം ഇടമലയാറിൽ എല്ലാ മാസവും ഒരു ദിവസം ബാലകൃഷ്ണപിള്ള വരും. വന്നിട്ട് അന്ന് ഈ ഇടുക്കിയിലെ പത്രക്കാരെയൊക്കെ വിളിച്ചിട്ട് അവിടെ ഒരു പത്രസമ്മേളനം നടത്തും. ആ പത്രസമ്മേളനം നടത്തുമ്പം ഞാനൊന്നും ഓർക്കുന്നുണ്ട്, ചീഫ് എഞ്ചിനീയർമാരാണ് പത്രക്കാർക്ക് ചായ കൊണ്ട് കൊടുക്കുന്നത്. കാരണം എല്ലാവരും ഇങ്ങനെ ബാലകൃഷ്ണപിള്ള ഒച്ചാനിച്ച് നിൽക്കുകയാണ്. ബാലകൃഷ്ണപിള്ള ഇങ്ങനെ ഒരു കാരണവരെ പോലെ അവിടെ ഇരുന്നിട്ട് പത്രക്കാരോട് സംസാരിക്കും. ഓരോ ആളുകളെ ഇങ്ങനെ വിളിച്ചിട്ട് അങ്ങനെയല്ലേ പേരെടുത്ത് പറയും ചോദിക്കും. എന്നാൽ അവർ വന്നിട്ട് പറയും അങ്ങനെയാണ്. അപ്പോൾ അന്ന് ഈ ടണൽ പണിതുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ ടണലിൻ്റെ വിശദാംശങ്ങളൊക്കെ തരുന്നത്. പക്ഷേ ടണലിൻ്റെ പിന്നിൽ അഴിമതി വരെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ അഴിമതിയുടെ വാർത്തകളൊന്നും അന്ന് പുറത്തു വരുന്നില്ല. പിന്നീടാണ് അതൊക്കെ പുറത്തു വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ കേസിൻ്റെ പേരിൽ രാജിവെക്കേണ്ടി വരുന്നു. രാജിവെച്ചു. പിന്നെ അതിനിടയ്ക്കാണ് ഈ ഇടമലയാർ ടണൽ പൊട്ടുന്നത്. ഈ ടണൽ പൊട്ടിയ സമയത്ത് ബാലകൃഷ്ണപിള്ള അല്ല മന്ത്രി, അന്ന് മാണിയാണ് മന്ത്രിയാകുന്നത്. പിന്നെ മാണി അവിടെ വരുന്നതും ഈ ടണലിൽ ഇറങ്ങുന്നതും ഒക്കെ അന്ന് റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കൊച്ചി ലേഖനായിട്ട് തിരിച്ചു വരുന്നു. ആ സമയത്താണ് ഈ വിവാദം വരുന്നത്. ആ സമയത്ത് ഒരു ടെലിഫോൺ കോളാണ് വിവാദം. ഈ 2 രേഖകൾ വെച്ചിട്ടാണ് കരുണാകരൻ ഈ ജഡ്ജിയെ വിളിച്ചു എന്നുള്ളത് ഇൻഷർട്ട് വീക്കിലിൻ്റെ സ്റ്റോറിയായിട്ട് വന്നത്. നമ്മളെഴുതിയ വാർത്ത ശരിയാണെന്ന് സ്ഥാപിക്കാൻ നമ്മൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു.